കഴക്കൂട്ടം LDF സ്ഥാനാർത്ഥി കടകംപള്ളി സുരേന്ദ്രൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പമുള്ള സത്യവാങ്മൂലത്തിൽ വിവരങ്ങൾ മറച്ചുവെച്ചു. 4 ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കടകംപള്ളി സുരേന്ദ്രൻ 3 കേസുകളുടെ വിവരങ്ങൾ മാത്രമേ സമർപ്പിച്ചിട്ടുള്ളൂ എന്നാണ് ആക്ഷേപം. കടകംപള്ളി സമർപ്പിച്ച സത്യവാങ്മൂലത്തിലെ വിവരങ്ങൾ സോഷ്യൽ മീഡിയയിലും പങ്കുവച്ചു. അഭിഭാഷകൻ ശേഖർജി തമ്പിയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, നിലവിൽ കഴക്കൂട്ടം LDF സ്ഥാനാർത്ഥിയായ കടകംപള്ളി സുരേന്ദ്രൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ച നാമനിർദ്ദേശക പത്രികയ്ക്കൊപ്പമുള്ള സത്യവാങ്മൂലത്തിലെ വിവരങ്ങൾ മറച്ചുവെച്ചിരിക്കുകയാണ്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? അമൃത, കഴക്കൂട്ടത്തെ LDF സ്ഥാനാർത്ഥിയായ കടകംപള്ളി സുരേന്ദ്രനാണ് ഇത്തരത്തിൽ നാമനിർദ്ദേശ പത്രികയോടൊപ്പമുള്ള സത്യവാങ്മൂലത്തിൽ ക്രിമിനൽ കേസിൻ്റെ വിവരങ്ങൾ പുറത്ത് അറിയാതെ മറച്ചു വച്ചിരിക്കുന്നത്. 4 ക്രിമിനൽ കേസുകളുണ്ട്. 4 ക്രിമിനൽ കേസുകളുള്ളതിൽ 3 കേസുകൾ മാത്രമാണ് ഈ സത്യവാങ്മൂലത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരു കേസിൻ്റെ കാര്യം സത്യവാങ്മൂലത്തിൽ ഉൾപ്പെടുത്തിയില്ല എന്നതടക്കമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളടക്കം ഇത് വലിയ രീതിയിൽ പ്രചരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. വിശേഷിച്ച് കടകംപള്ളി സുരേന്ദ്രനെ പോലെയുള്ള ആൾ നിരവധി തവണ നിയമസഭാ സാമാജികനായിട്ടിരുന്ന ആളാണ്. നിരവധി തവണ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ കടകംപള്ളി സുരേന്ദ്രൻ്റെ നിയമങ്ങളും ചട്ടങ്ങളും തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുമെല്ലാം കൃത്യമായി അറിയാവുന്ന ആൾ തന്നെയാണ്. സത്യവാങ്മൂലത്തിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത്, എന്തൊക്കെയാണ് പരാമർശിക്കേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ വ്യക്തതയുള്ള ആൾ തന്നെയാണ് കടകംപള്ളി സുരേന്ദ്രൻ. ഇതൊക്കെയാണ് വസ്തുത എന്നിരിക്കുകയാണ് എന്തുകൊണ്ട് കടകംപള്ളി ഇത്തരത്തിൽ ഒരു കേസിൻ്റെ കാര്യം മറച്ചു പിടിക്കുന്നു എന്നതാണ് ഇപ്പോൾ ചോദ്യചിഹ്നമായിട്ട് ഉയരുന്നത്. എന്തായാലും സാമൂഹ്യ മാധ്യമങ്ങളടക്കം വലിയ രീതിയിൽ ഈ വിഷയം ചർച്ചയാകുന്ന ഒരു സാഹചര്യമുണ്ട്. നിരവധി പേർ ഇത്തരത്തിൽ സത്യവാങ്മൂലത്തിൻ്റെ പകർപ്പ് അടക്കം ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്യുന്നൊരു സാഹചര്യമൊക്കെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഗുരുതരമായിട്ടൊരു അനാസ്ഥ കടകംപള്ളി സുരേന്ദ്രൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പൊതുവിലൊരു വിലയിരുത്തൽ വന്നിരിക്കുന്നത്. 4 കേസുകൾ ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് കടകംപള്ളി സുരേന്ദ്രൻ. അതിൽ 3 കേസുകളിൽ മാത്രമാണ് കേസുകളുടെ വിവരങ്ങൾ മാത്രമാണ് ഈ സത്യവാങ്മൂലത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറ്റ് ഒരു കേസിനെ അദ്ദേഹം മറച്ചു പിടിച്ചിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ ഏറ്റവും പുറത്ത് വരുന്ന വിവരം. എന്തായാലും ഇതിനെതിരെ നടപടി വേണമെന്ന അടക്കമുള്ള ആവശ്യങ്ങളും ഇപ്പോൾ ശക്തമാവുകയാണ്. കടകംപള്ളി സുരേന്ദ്രൻ കഴക്കൂട്ടം LDF സ്ഥാനാർത്ഥിക്കെതിരെയാണ് ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്നത്. അമൃത, തീർച്ചയായും പ്രശാന്ത് പറഞ്ഞ പോലെ കഴക്കൂട്ടം മണ്ഡലം LDF സ്ഥാനാർത്ഥി കടകംപള്ളി സുരേന്ദ്രനാണ് 4 ക്രിമിനൽ കേസുകളടക്കം മറച്ചുവെച്ചിരിക്കുന്നത് സത്യവാങ്മൂലത്തിൽ.